നമസ്കാരം. റിയാബoutique എല്ലാവർക്കും സ്വാഗതം. പാരീസ് കട്ട് ബ്ലൗസ് സ്റ്റിച്ചിങ്ങിൻ്റെ പാർട്ട് 2. പാർട്ട് 1 നമ്മൾ പറഞ്ഞു നിർത്തിയത് നമ്മുടെ പാരീസ് കട്ടിൻ്റെ ഫ്രണ്ട് പീസ് തയ്ക്കുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ അടിച്ച് മറിക്കുന്ന പീസാണെങ്കിൽ നമുക്ക് ബാൻഡിൻ്റെ പീസിന് ആദ്യം സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനെ കറക്റ്റ് അളവിൽ, മെയിൻ പീസിൻ്റെ കറക്റ്റ് അളവിൽ എല്ലാ പീസുകളും കട്ട് ചെയ്ത് ഒപ്പം വെച്ചതിന് ശേഷം നമുക്കതിനെ സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇതുപോലെ അകത്തും പുറത്തും, അകത്തുനിന്ന് അടിച്ച് മറിക്കുന്നതാണത്. അടിച്ച് മറിച്ച് കഴിഞ്ഞാൽ എഡ്ജുകളൊന്നും പുറത്തേക്ക് കാണില്ല, എല്ലാം കവറിങ് ആയിട്ട് പോവും. അതാകുമ്പോൾ കാണാൻ വൃത്തിയുണ്ട്, പക്ഷേ തയ്ക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് എന്ന് മാത്രം. ആദ്യം നമുക്ക് ഓവർലോക്ക് ചെയ്യുന്ന രീതി നോക്കാം. മിക്കവാറും എല്ലാവർക്കും എളുപ്പം അതാവാനാണ് സാധ്യത. മറ്റത് സ്വല്പം ശ്രദ്ധിച്ച് ചെയ്യണം. ആദ്യം നമുക്ക് ഓവർലോക്ക് ചെയ്യുന്ന രീതി മനസ്സിലാക്കാം. അത് കഴിഞ്ഞിട്ട് കവറിങ്ങിൻ്റെ സിസ്റ്റം മനസ്സിലാക്കാം. ഇതിന് നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങുന്നത് റിഗാളിൻ്റെ അവിടെ നിന്നാണ്. കാരണം റിഗാളിൻ്റെ അവിടെ നമ്മൾ കറക്റ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പൊടിക്ക് ബാൻഡിൻ്റെ ഫ്രണ്ട് ഭാഗം നമ്മൾ കൂട്ടി വെട്ടിയിട്ടുണ്ട്, ഏതെങ്കിലും തരത്തിൽ അല്ല ചെറിയ ഏറ്റക്കുറച്ചിൽ വരാതിരിക്കാൻ വേണ്ടി. അപ്പോൾ റിഗാളിൻ്റെ അവിടെ നിന്ന് കറക്റ്റ് ചെയ്ത് തയ്ച്ച് വന്നതിന് ശേഷം അധികം ഉള്ളത് ചിലപ്പോൾ ഒരു 1/4 ഇഞ്ച് അധികം ഉണ്ടാവും, അല്ലെങ്കിൽ 1/2 ഇഞ്ച് അധികം, കൂടുതലുണ്ടാവില്ല. ഇനി നമുക്ക് ഇതിനെ ഓവർലോക്ക് ചെയ്തിട്ട് വരാം. ഓവർലോക്ക് ചെയ്ത് കഴിഞ്ഞു. അതെങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇനി നമുക്ക് അടിച്ച് കവർ ചെയ്യുന്ന രീതി നോക്കാം. നമ്മൾ ആ ക്യാൻവാസിന് പകരം വെച്ച ആ ഒരു പീസ് ഉണ്ടല്ലോ, അതുമ്മ അടിച്ച് അറ്റാച്ച് ചെയ്ത് നിർത്തണം. അതല്ലെങ്കിൽ അത് ഇളകി പോകും. അതില്ലാതിരിക്കാൻ വേണ്ടി ആ പീസിനെ നമ്മൾ അകത്തേക്കുള്ള പീസിനെ തയ്ച്ച് നിർത്തണം. അതിന് ശേഷം നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ നടുമടക്കിയത് ഓപ്പണാക്കി വയ്ക്കുക. ഓപ്പണാക്കി വെച്ചതിന് ശേഷം റിഗാളിൻ്റെ അവിടെ നിന്ന് തന്നെ തുടങ്ങണം. റിഗാളിൻ്റെ അവിടെ നിന്ന് കറക്റ്റ് ചെയ്തിട്ട് തുടങ്ങുക. ആദ്യം ഒരു പീസുമേ വെച്ചടിക്കുക, അകത്തുള്ള പീസുമേ വെച്ചടിക്കുക. അതിന് ശേഷം വേണം നമുക്ക് കവർ ചെയ്ത് തയ്ക്കാൻ. കവർ ചെയ്ത് തയ്ക്കാൻ പറ്റും ഒറ്റയടിക്ക്, പക്ഷേ അതിന് നല്ലോണം ശ്രദ്ധ വേണം, നല്ല എക്സ്പീരിയൻസും വേണം. അതുകൊണ്ട് ആദ്യം ഒരു പീസുമേ അറ്റാച്ച് ചെയ്ത് വയ്ക്കുക. അതിന് ശേഷം രണ്ടാമത്തെ പീസ് തയ്ക്കുക.
നമ്മൾ ഒരു സൈഡ് തയ്ച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത് അടുത്ത പീസിനെ നമുക്ക് കവർ ചെയ്ത് തയ്ക്കലാണ്. അതിനാദ്യം ചെയ്യേണ്ടത് നമ്മുടെ കപ്പിൻ്റെ ആ ഭാഗം ഷർട്ടിൻ്റെ ഷോൾഡർ ഉള്ളിലേക്ക് മടക്കി തയ്ക്കുന്നത് പോലെ അതിനുള്ളിലേക്ക് കവർ ചെയ്തിട്ട് ഒപ്പം വെച്ച് തയ്ക്കുകയാണ് വേണ്ടത്. ഇനി ഒപ്പം വെച്ച് തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ആ തുമ്പുകൾ കറക്റ്റായിട്ട് നിൽക്കണം, കയറി ഇറങ്ങാതെ തയ്ക്കണം. കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ബാൻഡ് പിരിഞ്ഞു പോകും. പിരിഞ്ഞാൽ അതിൻ്റെ കപ്പിൻ്റെ ഷേപ്പിൽ വ്യത്യാസം വരും, കാണാൻ വൃത്തിയില്ലാതെയാവും. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് ഒപ്പം വെച്ചിട്ട് തയ്ക്കണം. സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ കുറച്ച് ലോങ് ആയതുകൊണ്ട് 3 പാർട്ടായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കഴിച്ച് ബാക്കിയുള്ളത് അടുത്ത പാർട്ടിൽ വരുന്നതാണ്. എല്ലാവരും ഫുള്ളായിട്ട് കാണണം, അപ്പോഴാണ് ഇതിൻ്റെ ആ രീതി കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. ഇനി നമ്മൾ തയ്ച്ച ഭാഗം വെട്ടിട്ട് കൊടുക്കണം. അതല്ലെങ്കിൽ അതിന് ചുളിവ് വീഴും, പിടുത്തം വരും. അതില്ലാതിരിക്കാൻ വേണ്ടി ആ തയ്ച്ച ഭാഗത്ത് വെട്ടിട്ട് കൊടുക്കണം. എൻഡ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കപ്പ് പിടിച്ച് പതുക്കെ പുറത്തേക്ക് വലിച്ചാൽ അതിങ്ങോട്ട് പോരും. അതിൻ്റെ കവറിങ് ക്ലിയറായി സ്റ്റിച്ചിങ് കഴിഞ്ഞു. അപ്പോൾ ആ ബാൻഡ് ആ പീസിനെ കവർ ചെയ്തു. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ എഡ്ജൊന്നും പുറത്തേക്ക് കാണില്ല, നല്ല ഫിനിഷിങ്ങിൽ നിൽക്കും. ബാൻഡിൻ്റെ ഫ്രണ്ട് ഭാഗം ഒരു 1/4 ഇഞ്ച് കൂടുതലുണ്ട്. അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്ത് ഒപ്പാക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഫ്രണ്ടിൽ ഹുക്ക് വയ്ക്കാനുള്ള പടിയും ഐ കെട്ടാനുള്ള പടിയും പിടിപ്പിക്കണം. അത് സാധാരണ ബ്ലൗസിൻ്റെ പോലെ തന്നെയാണ് പടി പിടിപ്പിക്കേണ്ടത്. വീഡിയോ ഒരുപാട് ലോങ് ആയതുകൊണ്ട് അടുത്ത പാർട്ടിൽ ബാക്കി ഭാഗം കാണിക്കുന്നതാണ്. അതുടനെ പുറത്തിറങ്ങും. പിന്നെ റെക്കോർഡിങ്ങിനും ഷൂട്ടിങ്ങിനുള്ള സൗകര്യത്തിൽ കുറവുള്ളത് കൊണ്ടാണ് ഒരുമിച്ച് ഇടാൻ പറ്റാത്തത്. എല്ലാവരും സഹകരിക്കുമെന്ന് കരുതുന്നു. എല്ലാവരും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.